കല്യാണത്തിന് മുൻപും ശേഷവും ധ്യാനിനുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്? എനിക്ക് വലിയ മാറ്റങ്ങൾ എന്റെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ എന്റെ ഇതിനകത്തൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു കുടുംബസ്ഥനാകുമ്പോഴുള്ള നമുക്ക് നേരത്തെ പറഞ്ഞ അച്ചടക്കം, അതെ, അതൊക്കെ ആ മാറ്റങ്ങൾ അല്ലാണ്ട് എന്റെ സ്വഭാവത്തിലോ എന്റെ രീതികളിലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മാറ്റങ്ങൾ വരുമോ എനിക്കറിയില്ല. വരുമായിരിക്കും, ചിലർക്കൊക്കെ വരുമായിരിക്കും, നന്നായി വരുമായിരിക്കും. പക്ഷെ എന്റെ അങ്ങനത്തെ രീതിയിലുള്ള എന്റെ മാറ്റങ്ങളൊന്നും അതിന് ഭാര്യയെ സമ്മതിക്കണം, കാരണം അങ്ങനെ തന്നെ ആവാൻ അനുവദിക്കുന്ന എനിക്കറിയില്ല. ഇവര് പറഞ്ഞിട്ട് എന്താണ് അവർ പറയുന്നത്? കല്യാണത്തിന് ശേഷം അവൻ നന്നായി മാറി. ഇപ്പോഴത്തെ അവനെ നമുക്ക് ഏട്ടനായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര റെസ്പെക്റ്റാണ് ഇപ്പത്തെ അവനാ. കൈയടിക്കൂ. പലരും ഉറങ്ങുന്നുണ്ട്, ആ കൈയടിയിലാണ് പലരും ഉറങ്ങുന്നവരൊക്കെ കൈയടിച്ചുണർത്തു. ശരിക്കും ശ്രീനിവാസന്റെ സ്വഭാവം മക്കളിൽ ആർക്കാണ് കിട്ടിയത്? നീ ആ റെസ്പെക്ട് ഉണ്ട്, ഒരു റെസ്പെക്ട് എന്നോട്. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ധ്യാന. എന്റെ ജീവിതത്തിലെ നാഴികക്കല്ല് തന്നെ ധ്യാനാണ്. എന്തെങ്കിലും തിരക്കുണ്ടോ ഇത് കഴിഞ്ഞിട്ട് പോവാൻ? അവിടെ നിന്ന് ഭയങ്കര തിരക്ക് കൂട്ടുന്നു. എയറിൽ പോവാ അല്ലേ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവരും സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് കഴിഞ്ഞ 1 മണിക്കൂറാണ് ധ്യാൻ നമുക്ക് നൽകിയത്. എല്ലാവരും അന്വേഷിച്ചാൽ 4 മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാ പോണ്ട? എങ്കിൽ അടുത്തത്, ധ്യാനിന്റെ ഭാര്യയിൽ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, അർപ്പിതയിൽ അമ്മയും അച്ഛനും ഇഷ്ടപ്പെടുന്ന 2 കാര്യങ്ങൾ. അതെങ്ങനെ എനിക്കറിയാം? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടോ? എങ്കിൽ അവര് പറയട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ധ്യാനുമായിട്ട് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചെല്ലാം ഇഷ്ടമാണ് അല്ലേ? അത് ഒരു ദൈവം കൊടുത്ത പോലെ, ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനും നല്ല, ബേസിക്കലി അവൻ നല്ലതാണ്, അതുകൊണ്ടായിരിക്കും ദൈവം ഇത്ര നല്ല ഒരു മോളെ കൊടുത്തത്. നല്ല ചർച്ചയുണ്ടെന്ന്. നല്ല ചർച്ചയുണ്ടെന്ന് പറഞ്ഞ, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടെന്ന്. ചർച്ചയല്ലേ, എനിക്കല്ല, അവക്ക്. അയ്യോ, അർപ്പിതയും സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, ഒന്ന് എനിക്ക് ആ ഇതിനോട് എനിക്ക് ഇതുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവമൊന്നുമില്ല. അവളെന്റെ സുഹൃത്തായിരുന്നു, അപ്പൊ അമ്മ പറഞ്ഞതില് തിരുത്ത്. കാരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന, ഭയങ്കരമായിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ള ഞാനെന്തോ വൃത്തികെട്ടവനായി മാറും. അപ്പോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നും പറയരുത്. അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതല്ല, അവൾ എന്റെ സുഹൃത്തായിരുന്നു, ഞങ്ങൾക്കിടയിൽ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ പ്രണയിച്ചു. ഏറ്റവും ഇപ്പൊ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അച്ഛനായിക്കോട്ടെ, മക്കളോട് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപദേശിച്ചിട്ടില്ല, ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പല കാര്യത്തൊന്നും ചെയ്തില്ല. പക്ഷെ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ഫോർ സ്പീച്ച്. എന്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു. അത് തന്നെ എൻ്റെ അച്ഛൻ അമ്മക്ക് കൊടുത്തതും ഞങ്ങൾക്ക് തന്നതും അത് തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത്. അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കും, ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ കാര്യം. അതിലെല്ലാം ഉണ്ട്, റെസ്പെക്റ്റും ഈ പറഞ്ഞ സംഭവം ഒക്കെ ഉണ്ട്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല.